ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 5 ക്ലാസ് 6 CBC. നമുക്ക് തുടങ്ങാം. रहीम देखी बड़े को लदू ने दिजियोम हारे दारी. എൻ്റെ റീഡിങ് കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഹിന്ദി ആയതുകൊണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് ഒന്ന് വായിക്കാം. റഹീം ക ദോഹ എന്ന് വെച്ചാൽ ഒരു പദ്യം അല്ലെങ്കിൽ ഒരു ലെസണിൽ 2 ലൈൻ വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ സെൻറ്റൻസിലും 2 ലൈനല്ലേ, എല്ലാ സെൻറ്റൻസും 2 ആയിട്ടാണ്. അപ്പം റഹീം ദേഖി ബർഡേനെ കോ ലദ്ദു നെ ദിജിയോം ദാരി. जहाँ कम आवे सूझे कह कर तलवारी. തരുവർ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത് റഹീം ദേഖി ബദാനെ കോ ലാഗു നെ ദിജിയെ ദാവരി. പിന്നെ വേർ ദാരി വേർ. ജഹ കം ദ നീഡൽ. ആവേ സൂജെ കംസ് ഇൻ ഹാൻഡി. പിന്നെ കംസ് ഇൻ ഹാൻഡി. പിന്നെ കഹ കരെ തൽവാരി. വാട്ട് ഡസ് ദ സോഡ് ഡു. നമ്മുടെ നീഡിൽ വരുന്നിടത്ത് നമ്മളുടെ വാൾ എന്തുവാ ചെയ്യുന്നത്? നീഡലിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ വാൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമുക്ക് തുണി തയ്ക്കണമെങ്കിൽ വാളം വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. നോ. ഇന്നത്തെ റഹീം ഒരാളാണ്. അടുത്ത സ്റ്റാൻസ. तरवर फल नहीं खात है सरवर परी पियही ने पान कही रहीम पर काज ही सपति संचीह सुजान. എന്ന് വെച്ചാൽ തരുവർ ഫൽ നഹീം കാത്ത ഹേ, നമ്മുടെ വൃക്ഷം അവരുടെ ഫുഡ് തന്നെ കഴിക്കുമോ? ഫ്രൂട്ട്സ് കഴിക്കത്തില്ല. The tree does not eat its food, or the river doesn't drink its own water. Rahim says, for the benefit of work, the good person accumulates with wealth. റഹീം പറയുന്നത് വർക്കിൻ്റെ ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല പേഴ്സൺ അതിനെ സംരക്ഷിക്കും, ആ വെൽത്തിനെ. ഇനി അടുത്ത സ്റ്റാൻസ. റഹീം ദാഗ പ്രേം കാ മത് തോടോ ചിക്കർ തുझसे फिर ना मिला मिले गांठ परी गाया. റഹീം, do not break the thread of love. Once broken, it cannot be found again. If found, it will have a knot. നമ്മളുടെ പ്രേമത്തിൻ്റെ ചരട് ഒരിക്കലും പൊട്ടിച്ച് വലിച്ചെറിയരുത്. എന്നാലും അത് കെട്ടിയാൽ തിരിച്ചു വന്നാൽ അവിടെ ഒരു വലിയ ഗാണ്ടുണ്ടാകും. ഗാണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്. നമുക്കടുത്തത് നോക്കാം. रहीम पानी रखिय बीनू पानी सब सुन पानी गई ने औब्रे मोती मुन्नुफ चून. Rahim water keep. Without water all here. Water gives not bore. Pearl human line. റഹീം നമ്മുടെ വെള്ളം സംരക്ഷിച്ചു വെക്കും. വെള്ളം ഇല്ലാതെ കേൾക്കുമ്പോൾ നമ്മുടെ വാട്ടർ ബോർഡ് ആവത്തില്ല. പേളും ഹ്യൂമനും ലൈമും അറിയാലോ അതൊക്കെ എന്താണെന്ന്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. റഹീം വിപദൂഹ ഫലി ജോ തോരെ ദിൻ ഹോയെ ഹിത് അൻഹിത് യാ ജഗത് മേ ജാനി പർത്ത് സബ് കോയ. എന്ന് വെച്ചാൽ റഹീം Calamity is good if it lasts for few days,
knowing the good and bad in this world, everyone goes away. എന്ന് വെച്ചാൽ ഈ റഹീം ഈ കാലമിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെ, a serious accident or bad event causing damage or suffering. ഇനി നമ്മൾക്ക് നോക്കാം. അതാ കാലമിറ്റി. ഈസ് ഗുഡ് if it lasts for a few days. റഹീം പറയുന്നത് ഈ കാലമിറ്റി നല്ലതാണെങ്കിൽ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് അവിടെ ഇരിക്കും. knowing the good and bad in this world, everyone goes away. ഈ വേൾഡിലെ, ഈ ഭൂമിയിലെ ഗുഡും ബാഡും അറിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവരും പോവും. അങ്ങനത്തെ ഒരു മീനിങ് അല്ല പറയുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മൾ ചീത്തയും നല്ലതും അറിഞ്ഞാൽ ഉള്ള ചീത്ത ആൾക്കാർ നമ്മളിൽ നിന്ന് പോവും. അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ. റഹീം ജിഹ്വ ബാവരി കഹി ഗയി സ്വർഗ പാതാല ആപ്പു തോ കഹി ഫിത്തർ റഹി ജുത്തി കാത്ത് കപാൽ. നിങ്ങൾ ഈ മീനിങ്സ് എല്ലാം ബുക്കിൽ എഴുതുന്നുണ്ടോ? എഴുതിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. റഹീം ജിഹ ബാവരി കഹി ഗയി സ്വർഗ പാതാല. You are somewhere inside shoe eating skull. Shoe. ജുത്തി എന്ന് വെച്ചാൽ നീ ഒരു സാധനത്തിൻ്റെ അകത്തായാൽ നീ ഒരു കാര്യത്തിൻ്റെ കഴിക്കുന്ന ഒരു സ്കൾ എന്നാ പറയുന്നത്. ഇനി കഹി റഹീം സവതി സമ്പത്തി സഗേ ബന്നത് ബഹുത്ത് വഹു രീതി വിപത്തി കസോത്തി ജ കസേ തേ ഹി സാചെ മീട്ട്. എന്ന് വെച്ചാൽ കഹി റഹീം സമ്പത്തി സേജ് ബനാത്തെ ബഹുത്ത് ബഹു റീതാഹ വിപത്തി കസുജത്തി ജെ കേസെ. ഞാനൊന്നല്ലല്ലോ വായിച്ച്. കേസെ തേ ഹി സഞ്ചമിട്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷേ വായിച്ചത് ശരിയല്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്തിന് വേണ്ടി ചില പേര് നമ്മളോട് വരും. സമ്മതം ഒന്നും ഇല്ലാത്തവർ എല്ലാവരും പോവും. സമ്പത്തുള്ളപ്പം ചില പേര് നമ്മുടെ സമ്പത്തിന് വേണ്ടി ആണെങ്കിൽ പറയും. നാട്ടുകാരോട് വരെ പറയും ഇവരെൻ്റെ റിലീജിയനാ. ഇവർ നമ്മുടെ റിലീജിയൻ അല്ലല്ലോ, നമ്മുടെ ഒരു കസിൻ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പറയും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ ബന്ധമാണെങ്കിലും പറയത്തില്ല നമ്മുടെ ബന്ധമാണെന്ന്. ഈ പാഠത്തിൽ ഇനി നമുക്ക് ഇന്നത്തെ എക്സസൈസ് ഒക്കെ നോക്കാം. പേജ് നമ്പർ എൻ്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 46. मेरी समझे से नीचे दिए गए प्रश्नों का सबसे सही सटीक उत्तर कौन सा है? उसके सामने താര ബനായി. താര കൊടുക്കുന്ന ക്വസ്റ്റ്യനിന് നമ്മൾ ആൻസർ കൊടുക്കണം എന്നാ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റഹീം ജിഹ ബാവരി ജൈസെ ഹേ. അങ്ങനെയൊന്നല്ല. റഹീം ജിഹ ബാവരി കഹി ഗയി സ്വർഗ പാതാല അപ്പു തോ കഹി ഫിത്തർ റഹി ജുത്തി കാത്ത് കപാൽ ദോഹെ കാ ഫാവ് ഹേ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് പറയാവോ?
ഇപ്പം ഹിന്ദി എനിക്ക് ഒരു പിടിവില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പം നമ്മളിത് പഠിച്ചെടുക്കണം. നമ്മുടെ മാതൃഭാഷയല്ലെങ്കിലും ഹിന്ദി ആയിട്ടിനും കൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾക്ക് നോക്കാം. ഹിമാൻ ഓക്കെ മനസ്സിലായി. നമ്മളിത് നേരത്തെ വായിച്ചിട്ടുള്ളതാ. മറ്റേ നമ്മുടെ സ്റ്റാൻസയിലല്ലേ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. യു ആർ സംവെയർ ഇൻസൈഡ് ഈറ്റിംഗ് ഷൂസ് skull. The meaning of the cult is सोचे समझकर बोलना चाहिए, मजूर वाणी में बोलना चाहिए, धीरे धीरे बोलना चाहिए, सादा सच बोलना चाहिए. എന്ന് വെച്ചാൽ one should speak thoughtfully, one should speak in a sweet voice, one should speak slowly, one should always speak the truth. അപ്പൊ എന്നിട്ട് നമ്മൾ എപ്പോഴും സത്യം പറയണമെന്നല്ലേ ഇതിന്റെ ഒരു ഇത്. സത്യം പറയണം. ഓപ്ഷൻ ലാസ്റ്റ് സാദാ സച്ച് ബോൾന ചാഹിയേ. കേട്ടോ, അതാ രണ്ടാമത്തെ നമ്മൾക്ക് നോക്കാം. रहीम देखी बढ़ाने को लेगू ना दीजिए धारिये जहाँ कम आदि सुई कह करे तलवारी. പിന്നെന്തല്ലോ ഹിന്ദി. ഇസ് ദോഹ ക ഫാം ക്യാ? ഇതിന്റെ മീനിങ് എന്തുവാ എന്നാ പറയുന്നത്. ഞാൻ അണ്ണനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴോ വായിച്ചിട്ടുണ്ട്. അണ്ണന് വരാൻ പറ്റത്തില്ല നമ്മുടെ പിന്നെ 4 മണിയാകുമ്പോഴത്തേക്കും ഏത് സ്റ്റാൻസ് ഇല്ലായിരുന്നു നോക്കട്ടെ. ഹിന്ദിക്ക് ഫസ്റ്റ് നമ്മൾ വായിച്ച നീഡിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വാൾ ഉപയോഗിക്കുന്നത് നമുക്ക് നീഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ വേണ്ട സാധനം നമ്മൾ യൂസ് ചെയ്താൽ ഓക്കെ ആയിരിക്കും. വേണ്ട സാധനം വേണ്ട കാര്യത്തിൽ യൂസ് ചെയ്താൽ. അത് നമുക്ക് ആൻസർ നോക്കാം. ഈ കൾപ്പിന്റെ മീനിങ് എന്താ? The sword is bigger than the needle. तलवार सुजे से बड़ी होती है. सुजर का कम तलवार नहीं कर सकती. तलवार का महत्व सुजे से ज्यादा है. हर छोटी बड़ी चीज का अपना महत्व होते हैं. Every small and big things has its own importance. അത് ലാസ്റ്റിൻ്റെ. അപ്പം നമുക്ക് മനസ്സിലാവും അതാ ലാസ്റ്റ്. അതാണ് നമ്മുടെ ആൻസർ. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലിരിക്കുന്നത് the sword is more important than the needle. അതിൻ്റെ മേളിൽ the sword cannot do the work of a needle. സത്യമൊക്കെ. പക്ഷെ ഇതിനകത്ത് യഥാർത്ഥ മീനിങ് ഏതാ? the big and small things have its own importance അല്ലേ? നമ്മൾ അത് പഠിച്ച്. ഇനി പേജ് നമ്പർ 48 കുറേ മീനിങ്സ് ഉണ്ട്. ഒരു ബ്ലൂ ബോക്സിൽ തരുവർ, വൃക്ഷ, വിപത്തി, കഠിനായി, ചിക്കായ, അകലെ കർ ദിയ, സുജൻ, സഞ്ജൻ, സരോവർ, തലാബ്, പിന്നെ സോച്ചെ, സഞ്ചെ, സച്ച, കപാൽ, മഗ, ഗർണക.
ഇത് നമ്മൾ പഠിക്കണം. ഇത് എക്സാമിനൊക്കെ വരും, ഹാഫ് ഇയർലി ഒക്കെ വരും. ഹാഫ് ഇയർലി ഫസ്റ്റ് ഇയർ നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ ഇതെല്ലാം വരും. ഇനി അടുത്തത് ഇസ് ദോഹേ മേ പാനി ശബ്ദ കെ തീൻ അത്ര അർത്ഥ ഹേ. നമുക്കിവിടെ കുറച്ച് തന്നിട്ടുണ്ട്. സമ ജൽ ചമക്ക, ചമക് ചമക് ചമക്ക ചമക്. നിങ്ങൾ ഇതിന് 2 അല്ലെങ്കിൽ 3 നിങ്ങൾക്ക് പഠിക്കാം. 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. നല്ല ഇത് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും 3 പഠിക്കണം. ഏതൊക്കെയാ അവിടെ? സമ ജൽ ചമക് അല്ലേ. അടുത്തത് ഇസ് പ്രകാർ ഇസ് ദോഹ മേ പാനി ശബ്ദ കെ തീൻ അർത്ഥ ഹേ. തീൻ പറഞ്ഞ 3 അർത്ഥം വേണം. ഈ ദോഹയിൽ തന്നെ ഈ പാനീയുടെ അർത്ഥം 3 പറയണം. അവിടെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം. അപ്പം തന്നതെല്ലാം പഠിക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടെ ഇസ് പ്രകാർ കുച്ച് ശബ്ദ നീച്ചെ ദിയേ ഗയി ഹേ. ഈ അർത്ഥങ്ങൾക്ക് ആൻസർ കൊടുക്കാനായിരിക്കും പറയുന്നത്. താര കൊടുത്ത ഇതിന് ആപ് ഈ ശബ്ദവും കോ തീൻ 3 ആയിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾക്ക് പക്ഷേ 3 ഇല്ല. ടീച്ചർ എന്നത് 2 ഉള്ളൂ. അവിടെ നമുക്ക് ദോ ആക്കാം. ദോ अर्थ लिखिए. आप इस कार्य में शब्दकोश അവിടെ इंटरनेट शिक्षक या अभिभावकों की सहायता फी ले सकते हैं. कल, अगले दिन, पिछले दिन. पत्र समाचार पत्र. कर हाथ ടാക്സ് എഴുതുമ്പോൾ ഈ സി പോലത്തിട്ടാണ്ടല്ലോ, അതിൻ്റെ മണ്ടേ 2 വര ടാക്സ്. പിന്നെ ഫൽ പേട് കഫാലും പിന്നെ നമ്മുടെ പരിണാം. ഇതെല്ലാം നാനാർത്ഥമാണ്, അല്ലാതെ അർത്ഥമല്ല, നാനാർത്ഥം. ആ പടത്തിൽ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പാഠമുണ്ട്. മേരിമാ, നമ്മുടെ ബിസ്മിലിൻ്റെ ഒരു പാഠമാണ്. 6ാമത്തെ പാഠമാണ് ഞാൻ പറയുന്നത്. അയ്യോ, എന്തോ വലിയ പാഠമെന്നൊരു 3-4 പേജുണ്ട്. പിന്നെ നിങ്ങൾ റഹീം കഥ കിട്ടിയില്ലെങ്കിൽ പാഠം 5 വേറെ പാഠങ്ങളൊക്കെ നോക്കാം. നമ്പർ പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല ഇത്? ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ്, ഇല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വേറെ ഫോണിലോട്ട് അയച്ചിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇത് എഴുതി വെച്ചോ കേട്ടാ. പിന്നെ ഇതിനകത്ത് വേറെ ഉണ്ടല്ലോ, അറിയട്ടെ, എൻ്റെ ഒരു നോട്ട്ബുക്ക് ഒന്ന് എടുക്കട്ടെ. നോട്ട്ബുക്കല്ല, നമ്മൾ പഠിച്ചതൊക്കെ എന്തല്ലേ ഒരു റഫായിട്ടൊരു ബുക്ക്, അതൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ? ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇരുത്തി വെക്കാം. എനിക്ക് വേറെ ഉണ്ട്, നോക്കട്ടെ. ഇത് കുറച്ച് സമയം എടുക്കും. എന്താണ് ഞാൻ ഇത് പഴയ ബുക്കാ. അയ്യോ, എന്താ പറയുന്നത്, പഴയ ബുക്കാ. ഞാൻ ലാസ്റ്റ് പേജിൽ എഴുതിയിട്ട് ഇനി ഒരു മറ്റേ പുതിയ ബുക്ക് കണ്ടുപിടിക്കണം. അയ്യോ, കണ്ടുപിടിക്കല. എൻ്റെ ബാഗിൽ ട്യൂഷൻ ബാഗിലുണ്ട്. ഞാൻ ട്യൂഷന് പോകാറുണ്ട്. അത് ട്യൂഷൻ ബാഗിലുണ്ട്. ഒന്ന് എടുത്തിട്ട് വരാം. ഇവിടെ കുറച്ചും കൂടെ ഉണ്ടായത്.
അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതോടെ ട്യൂസ്ഡേ ഞാൻ ആപ്സ് ഉണ്ടായിരുന്നു. ഞാൻ ടെക്സ്റ്റ് അല്ല തരണം, അത് ഞാൻ നിങ്ങളോട് പറയാം. ഇന്നത്തെ എനിക്ക് ട്യൂസ്ഡേ ആപ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം മൺഡേ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം പഠിച്ച പാഠം. അതല്ല, അത് 5ഉം 4ഉം ഉണ്ട്. 1ഉം 2ഉം 3ഉം ഉണ്ട്. 4 പഠിപ്പിച്ചിട്ടില്ല. 5ഉം 4ഉം തന്നെ ഞാൻ പറഞ്ഞത്. 5ഉം 7ഉം. 7 ഒരു ദീപത്തിൻ്റെ പാഠം. ദീപം. നമുക്ക് അടുത്ത പാഠം കൊടുത്ത് പോവാം. Subscribe and like to Anaga's video channel. Bye.